അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. പ്രവാസികളുടെ ഭാര്യമാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിന്ന് പങ്കുവെക്കുന്നത്. പ്രവാസികൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. എപ്പോഴും പ്രവാസികളുടെ ഭാര്യമാർ ഗൾഫിലേക്ക് ഭർത്താക്കന്മാർക്ക് വിളിക്കണ സമയത്ത് അവരെപ്പോഴും കൂടുതൽ പരാതി പറയാ ആ ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആളുകളെ കുറിച്ചാണ്. ഒന്നുകിൽ ഭർത്താവിൻ്റെ ഉമ്മാനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരിമാരെ കുറിച്ച്, വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റങ്ങൾ പറയാണ്ടാവും. അപ്പോഴൊക്കെ ഗൾഫിലുള്ള ആൾ പറയാം, ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ അധ്വാനിക്കുന്നത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് അവിടുത്തെ കുറ്റങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു തരരുത്. കാരണം ഈ റൂം, ജോലിസ്ഥലം, വീണ്ടും ഈ റൂം, ഇതായിരിക്കും ഓരോ പ്രവാസിയുടെയും ജീവിതം. ഇതിനിടയ്ക്ക് അല്പം ആശ്വാസവും സന്തോഷവും കിട്ടുന്നത് വീട്ടിലേക്കും ഉമ്മാക്കും ഭാര്യക്കും വിളിക്കുമ്പോഴാണ്. ആ വിളിക്കണ സമയത്താണെങ്കിൽ ഉമ്മ മരുമകളുടെ കുറ്റം പറയും, ഭാര്യ ആണെങ്കിൽ അമ്മായിമ്മയുടെ കുറ്റം പറയും. സത്യത്തിൽ പെട്ടുപോകൽ ആരാണ്? ഈ ഒരു പ്രവാസി ഒരാളാണ്. ഏറ്റവും വേഗത്തിൽ ശാരീരികവും മാനസികവുമായ രോഗം വരുന്നത് പ്രവാസികളുടെ ഭാര്യമാർക്കാണ്. അതിന് പല പല ശാസ്ത്രീയ കാരണങ്ങളുണ്ട്, മാനസികമായ കാരണങ്ങളുണ്ട്. പ്രവാസികളായ ആളുകൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ സത്യത്തിൽ കുടുംബത്തിന് വേണ്ടിയാണ് പ്രവാസം തിരഞ്ഞെടുക്കുന്നെങ്കിലും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മയെ കുറിച്ചിട്ടോ സഹോദരിമാരെ കുറിച്ചിട്ടോ ഉപ്പയെ കുറിച്ചിട്ടോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ ഒരു പരാതിയായിട്ട് സ്വീകരിക്കാതെ അവൾക്ക് പറയാനുള്ളൊരു കാര്യം കേൾക്കുക എന്നൊരു തത്വം സ്വീകരിച്ചു നോക്കും. സ്വന്തം ഭാര്യയ്ക്ക് എന്തെങ്കിലും പരിഭവങ്ങൾ ഉണ്ടെങ്കിൽ പരാതിയായിട്ട് കാണണ്ട. അവരുടെ പരിഭവങ്ങളാണ്, അവരുടെ വ്യസനങ്ങളാണ്, സങ്കടങ്ങളാണ് ഹസ്ബൻഡിന്റെ മുന്നിൽ പറയുന്നത്. അത് ശ്രദ്ധാപൂർവം കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒരു നല്ല കേൾവിക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പ്രവാസിയുടെ ഭാര്യയ്ക്ക് വലിയൊരു ആശ്വാസമാണ്. പലപ്പോഴും സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കാര്യം പറയുമ്പോഴേക്ക് ഭർത്താവ് അവിടുന്ന് ചൂടാവും. പറയാനൊരു കാരണമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട്, നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു. അങ്ങനെ കൂട്ടിക്കൊണ്ടരൽ കഴിഞ്ഞിട്ട് വെറും 1-2 മാസങ്ങളെ കഴിഞ്ഞുള്ളൂ. ഇയാൾ ഗൾഫിലേക്ക് പോവുകയാണ്. ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ നീ എൻ്റെ ഉമ്മാനെ നന്നായിട്ട് നോക്കണം. അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പോകും, എന്നെ കല്യാണം കഴിച്ചത് നിങ്ങളാണ്, നിങ്ങൾ എവിടെയാണോന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ നിൽക്കുള്ളൂ, അല്ലാതെ ഞാൻ നിങ്ങളുടെ ഉമ്മാനെ നോക്കാനോ വാപ്പാനെ നോക്കാനോ അനിയത്തിനെ നോക്കാനോ നിൽക്കില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത് ഇയാൾ ആദ്യം സ്നേഹം കൊണ്ട് സമ്മതിച്ചു. അങ്ങനെ ഇയാൾ ഉമ്മാട് പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ ഓള് കുറച്ച് കാലം അവിടെ പോയി നിൽക്കും. അപ്പോൾ ഈ അമ്മായിമ്മ പാവം നല്ലൊരു സ്ത്രീയാണ്. അവർ പറഞ്ഞു, മോനെ അങ്ങനെ പോയി നിന്നാൽ ശരിയാവില്ലല്ലോ, 1 മാസം ഓള് നിന്നോട്ടെ, കാരണം ഈ പോയ സങ്കടം ഉണ്ടാവും, ഓൾക്കോളെ ഉമ്മാനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണം. അത് ഈ ഒരു പെൺകുട്ടിക്ക് മരുമകൾക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. മരുമകൾ പറഞ്ഞു, അതൊക്കെ പണ്ടത്തെ ഒരു കാലമാണ്. ഇന്നത്തെ ഒരു കാലത്ത് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയിക്കോ, ഞാൻ അവിടെ നിന്നോളാം, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വേണമെങ്കിൽ ഒരു വിരുന്നുകാരെ പോലെ വന്ന് നിൽക്കാന്ന് പറഞ്ഞു. ഇത് ഇവർക്കിടയിൽ ഭയങ്കര പ്രശ്നമായി. ഇയാൾ ഗൾഫിലേക്ക് പോയ പിറ്റേ ദിവസം തന്നെ ഇവളെന്ത് ചെയ്തു, സാധനങ്ങളൊക്കെ എടുത്ത് ഇവളെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് 2 മാസം കഴിഞ്ഞു. ഈ ഉമ്മാക്ക് സുഖമില്ലാതായി, അമ്മായിമ്മക്ക് സുഖമില്ലാതായി. ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പോയി കണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഉമ്മാനൊന്ന് പരിചരിക്കാനോ ഈ ഒരു മരുമകളായ സ്ത്രീ തയ്യാറല്ല. ഇയാൾ ഗൾഫിൽ നിന്ന് വിളിച്ച് പറയുമ്പോഴൊക്കെ ഇവളെ ഒരു ന്യായം എന്താണ്, അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നിട്ട് ഒരു നഴ്സാവാനോ ഹോം നഴ്സാവാനോ ഒന്നും കിട്ടില്ല, നിങ്ങൾ എവിടെയാണോ എന്നാണോ വരുന്നത് ആ സമയത്ത് ഞാൻ വന്ന് നിൽക്കാം. ഇതുവരെ ദാമ്പത്യത്തിൽ വലിയൊരു വിള്ളലുണ്ടാക്കി. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള 2 തരം പ്രവാസികളുടെ ഭാര്യമാരുണ്ട്. പഴയകാല പ്രവാസികളുടെ ഭാര്യമാർ ഭർത്താവ് ഗൾഫിലേക്ക് പോയാൽ ഒരാഴ്ച എങ്ങാനും സ്വന്തം വീട്ടിൽ പോയി നിൽക്കും. എന്നിട്ട് ഇവിടെ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ വരും. എന്നിട്ട് കുറ്റപ്പെടുത്തലുകൾ ഒരുപാടുണ്ട്, ഒറ്റപ്പെടുത്തലുകൾ ഒരുപാടുണ്ട്. ഭർത്താവ് വിളിച്ചാൽ തന്നെ ആദ്യം ഉമ്മാക്ക വിളിക്കുക, പിന്നെ പെങ്ങന്മാർക്ക് വിളിക്കുക, പിന്നെ ഒടുവിൽ ഭാര്യയ്ക്ക് വിളിക്കുക. ചില ആളുകളൊക്കെ ആദ്യമേ ഭാര്യയ്ക്ക് വിളിക്കുന്നവരുണ്ട്. ഭാര്യ എന്തെങ്കിലും തൻ്റെ വിഷമങ്ങളോ സങ്കടങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അത് കേൾക്കാൻ പോലും തയ്യാറല്ല. എപ്പോഴും ഉമ്മയാണെങ്കിൽ ഇങ്ങനെ ഈ മരുമകളുടെ കുറ്റങ്ങൾ ഇങ്ങനെ മകനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതിനാണ് ഇയാൾ ചെവി കൊടുക്കുക. അങ്ങനെ തൻ്റെ സന്തോഷങ്ങളും തൻ്റെ ദുഃഖങ്ങളും പങ്കുവെക്കാൻ ഭർത്താവ് തയ്യാറാവാതിരിക്കുമ്പോഴാണ് അത് പങ്കുവെക്കുന്ന ഒരാളിലേക്ക് ഇവരുടെ മനസ്സടുക്കുക. ചെറിയ ചെറിയ ബിഹേവിയർ പ്രോബ്ലങ്ങളാണ് വലിയ വലിയ ദാമ്പത്യ വിള്ളലുകൾക്ക് ഇടവരുത്തുക. ഒരു സ്ത്രീനെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നാൽ ആ സ്ത്രീ എവിടെ നിൽക്കേണ്ടത്? ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങൾ. അപ്പോൾ പൊന്നാനിയിലൊക്കെ ചില ഭാഗങ്ങളിൽ പെണ്ണിനെ അങ്ങനെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കലില്ല, ആണിനെ കല്യാണം കഴിച്ച് കൊണ്ടല്ലാണ്. കണ്ണൂർ ഭാഗത്തും ചില ഭാഗങ്ങളിലുള്ളത് സ്ത്രീനെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കലല്ല, ആണിനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ പൊതുവെ ഉണ്ടാകുന്നത് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകലാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ മെൻ്റലി ഫിസിക്കലി ഒരു പെണ്ണ് തയ്യാറാവണം വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ. അത് ഭർത്താവിൻ്റെ ഉമ്മയെ സ്വന്തം ഉമ്മയായിട്ട് കാണാൻ കഴിയണം. പിന്നെ എവിടെന്നെങ്കിലൊക്കെ ഒരു റീൽസ് ഇങ്ങനെ കാണും, അല്ലെങ്കിൽ വീഡിയോ കാണും, ഭർത്താവിൻ്റെ കൂടെയാണ് ഭാര്യ കഴിയേണ്ടത്. ഈ എപ്പോഴും പ്രവാസികളുടെ ഭാര്യ അല്ലെങ്കിൽ പ്രവാസികൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ കുടുംബ കലഹങ്ങൾ നടക്കുക. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഭാര്യ പറയുന്നത് മുഴുവനായിട്ട് ഈ ഭർത്താവ് കേൾക്കുകയോ, കേട്ടാലൊരു എന്താ പറയുക, ഒരു പെൺകോന്തനാണെന്നൊക്കെ പറയാം. പിന്നെ ഉമ്മമാർ പരമാവധി ഇങ്ങനെ പിരികേൽപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ ഉള്ള
കോന്തലമ കെട്ടി നടന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ നടന്നോ, ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഈ പുരുഷൻ്റെ ആണത്തും ചോദ്യം ചെയ്യും. അപ്പോൾ അവൻ നേരെ ഭാര്യയോട് വിളിച്ച് വഴക്ക് പറയും. ഇപ്പം എത്രയോ സ്ത്രീകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, വീട്ടിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായി, ഭാര്യ അത് ഭർത്താവിനോട് പറയില്ല, കാരണം അതൊരു സാധാരണ ഉമ്മയും മോളും തമ്മിലൊരു പ്രശ്നമാണ് എന്ന രീതിയിലാണ് ഈ സ്ത്രീ കണ്ടിട്ടുണ്ടാവുക. അപ്പോഴേക്കും ഉമ്മ അത് ആദ്യം വിളിച്ച് പറയും, എൻ്റെ ഭാര്യനെ ഞാൻ അടക്കി ഒതുക്കി ഇരുത്തിക്കോ, ഓൾ എൻ്റെ മെക്കെട്ട് കരഞ്ഞോളോ ആരാണ്, ഓളിപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് കയറി വന്നൊരു പെണ്ണ് ഇന്നെ ഭരിക്കാനായോ, ഓളാണോ എനിക്ക് വലുത് ഞാനാണോ എനിക്ക് വലുത് എന്ന രീതിയിലുള്ളൊരു ചോദ്യമാണ് ഈ ഉമ്മ ചോദിക്കുക. സ്വാഭാവികമായിട്ടും മകനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഉമ്മയെ സ്നേഹിക്കുന്ന ആ ഒരു മകൻ എന്താ വിചാരിക്കുക, ഭാര്യൻ്റെ ഉമ്മാൻ എന്തെങ്കിലും ചെയ്യോ, ഇത് കേട്ട് ഇയാൾ എന്താണ് സംഭവം എന്ന് പോലും ചോദിക്കില്ല. നേരെ വിളിച്ചിട്ട് ഭാര്യയോട് വിളിച്ചിട്ട് വഴക്ക് പറയും ഗൾഫിൽ നിന്ന്. തൻ്റെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറാകാത്തൊരു രീതിയിലായിരിക്കും ഈ ഭർത്താവ് സംസാരിക്കുക. സത്യം പറഞ്ഞാൽ പ്രവാസിയാവാന്ന് പറഞ്ഞാൽ ഒരാളുടെ ലൈഫ് മാത്രമല്ല ഒരുപാട് പേരുടെ ലൈഫ് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുമായിരിക്കാം, പക്ഷേ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകാൻ ഒരു സ്ത്രീ ഗൾഫിൽ നിന്ന് തൻ്റെ ഭർത്താവിനോട് സങ്കടങ്ങൾ പറയുകയാണെങ്കിൽ അത് തൻ്റെ ഉമ്മയുടെ കുറ്റം പറയല്ല, തൻ്റെ ഉപ്പാടെ കുറ്റം പറയില്ല, അവളുടെ സങ്കടം എന്നോടല്ലേ പറയാനുള്ളത്, അത് കേൾക്കാൻ തയ്യാറാവുക. അതേപോലെ ഭാര്യമാർ ശ്രദ്ധിക്കുക, പാവം തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ ഗൾഫിലിരുന്ന് കഷ്ടപ്പെടുന്നത് നമുക്കും കൂടി വേണ്ടിയിട്ടാണ്. ഒരുപാട് സന്തോഷങ്ങളും കല്യാണങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കി അവിടെ നിൽക്കുന്നത് അത്തരമൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരമാവധി ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ആ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക. എല്ലാവർക്കും വേണ്ടത് കാശാണ്, അധ്വാനിച്ചിട്ട് തന്നെയാണ് കിട്ടുന്ന കാശാണ്, അതന്നെ ഉള്ളത് കടമ മേടിച്ചിട്ടോ അല്ലെങ്കിൽ കുറിയിൽ കൂടിയ കാശ് കൊണ്ടൊക്കെയാണ് ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിർവഹിച്ചിട്ട് അങ്ങോട്ട് അയക്കുമ്പോൾ ആലോചിക്കുക, അതും ഒരു മനുഷ്യനാണ്. ഈ ചിന്തകളൊക്കെ നഷ്ടപ്പെടുന്നിടത്താണ് ഗൾഫിലെ പ്രവാസികളായ ആളുകളുടെ ദാമ്പത്യം തകരുന്നത്. എത്രയോ കുടുംബങ്ങളുടെ ഒരു കുടുംബ കോടതിയിൽ എത്തുന്നില്ല എന്നുള്ളൂ. പ്രവാസികളായ ഭാര്യമാരെ കുറിച്ച് ഞാൻ പറയാൻ കാരണം പലപ്പോഴും ഇന്നുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഭർത്താവ് അങ്ങോട്ട് ഗൾഫിലേക്ക് പോയാൽ ഈ ഭാര്യ എവിടെ നിൽക്കേണ്ടത്. ഇനി രണ്ടുപേരും ഗൾഫിലേക്ക് പോയ പല കേസുകൾ കാണാം. ഭർത്താവും ഭാര്യയും ഗൾഫിലേക്ക് പോയി, രണ്ടുപേരും ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഈ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നത് നേരെ ഉമ്മാടിപ്പാരി അടുത്തേക്കാണല്ലോ. അപ്പോൾ ഈ ഭാര്യ ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത്? ഭാര്യക്കുണ്ടല്ലോ ഉമ്മയും ഉപ്പയും. ഭാര്യ നേരെ ഗൾഫിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്. ഭർത്താവ് നേരെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഉമ്മാട് പെണ്ണ് പറഞ്ഞു ഞാൻ എൻ്റെ ഉമ്മാനിപ്പാനും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. പെണ്ണ് വേറൊരു വണ്ടിയിൽ പെണ്ണിൻ്റെ ഉമ്മാനിപ്പാനും കാണാൻ പോയി. കാരണം എയർപോർട്ടിലേക്ക് ഇയാൾ മുൻകൂട്ടി പറഞ്ഞിട്ട് വന്നതല്ല, ആരും വിളിക്കാനും വന്നിട്ടില്ല. ഇവർ നേരെ വന്നൊരു ടാക്സി പിടിച്ചിട്ട് പോകുമ്പോൾ ഈ പെണ്ണ് പറഞ്ഞ് നിങ്ങളെ ഉമ്മാനിപ്പാനും പോയി കണ്ടോളെ, ഞാൻ എൻ്റെ ഉമ്മാനിപ്പാനും പോയി കണ്ടുവരാം, നിങ്ങളെപ്പോലെ അവകാശം എനിക്കില്ലേ? ചോദ്യം ശരി തന്നെയല്ലേ? ഇയാളെ ഉമ്മാനെ ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്രയോ ഒരു 8-9 മാസം കഴിഞ്ഞാണ് ഇവർ വരുന്നത്, ഗൾഫിൽ നിന്നിട്ട് വരികയാണ്. സംഗതി വീഡിയോ കോളിലൊക്കെ സംസാരിച്ചിട്ടും എന്നാലും ആ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വരവ് നേരെ സ്വന്തം ഉമ്മാനിപ്പാനും കാണുന്ന ഒരു പെണ്ണ് മോഹിച്ചാൽ തെറ്റുണ്ടോ? അപ്പോൾ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കുക? ഇതൊക്കെ രണ്ട് കൂട്ടരും പരസ്പരം മനസ്സിലാക്കുക. ആ വരുന്ന വഴിയിൽ ഓളം ഉമ്മാനിപ്പാനും ഒന്ന് കണ്ടിട്ട് നേരെ ഇവൻ്റെ വീട്ടിലേക്ക് പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. പക്ഷേ ഈഗോ പലപ്പോഴും ഈ ദമ്പതികൾക്കിടയിൽ ഈഗോ പ്രോബ്ലംസ് ആണത് വലുതായിട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിലാവുക. ചിലപ്പോൾ ഒരു തെറ്റു പറ്റിക്കഴിഞ്ഞാൽ തന്നെ അത് എൻ്റെ കയ്യിൽ തെറ്റു പറ്റി ഇനി ക്ഷമിക്കൂ എന്ന് പറഞ്ഞാലും മറ്റാളെ ഉള്ളിൽ നിന്ന് ആ തെറ്റിങ്ങോട്ട് പോവില്ല. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് ഈ ബിഹേവിയർ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾക്ക് കൃത്യമായുള്ളൊരു കൗൺസിലിംഗ് കൊടുത്താൽ പരിഹരിക്കും. പ്രത്യേകിച്ച് പ്രവാസികളുടെ ഭാര്യമാരെ ഒരു നിലക്കും അവർ അവഗണിക്കുന്നൊരു രീതി ഉണ്ടാവരുത്. പല പുരുഷന്മാരും ചെയ്യുന്ന ഒന്ന് ഒരു മെയിൽ ഷോവനസ് ഉണ്ടായിരിക്കും. ഉമ്മ പറഞ്ഞത് മാത്രം കേൾക്കുക. ഇതിന് മൂപ്പിച്ചു കൊടുക്കാൻ പെങ്ങന്മാരുണ്ടാവും. പെങ്ങന്മാരിനെ വിളിച്ച് പറയും ഇതൊന്ന് അടക്കി ഒതുക്കി നിർത്തിക്കോട്ടോളെ, അല്ലെങ്കിൽ ഈ നിലക്ക് പോയാലും ഓൾ എന്നെ ഭരിക്കും, സ്നേഹം കൊണ്ട് എന്നെ കൊന്നുകളയും. ഇങ്ങനെ പരമാവധി പ്രകോപനം ഉണ്ടാക്കുന്ന പെങ്ങന്മാരുണ്ട്. ഇതിനൊക്കെ അനുഭവിക്കുന്നത് ആരാണ്? ഇതേ പെങ്ങൾ വേറൊരുത്തൻ്റെ വീട്ടിലേക്ക് ഭാര്യയായിട്ട് പോയ ഒരാളാണ്. പ്രവാസികളുടെ ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ പറയാന്നുള്ളതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. പറയുമ്പോൾ ഭർത്താക്കന്മാരായ പ്രവാസികൾ ശ്രദ്ധാപൂർവ്വം അത് കേൾക്കുക. അതൊരു ഉമ്മാടി വാപ്പാടി കുറ്റം പറച്ചിലായിട്ട് പറയണമല്ല. ഇപ്പം ഞാനീ പറയുന്ന ഒരു കാര്യത്തോട് നിങ്ങൾക്ക് യോജിപ്പൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കല്യാണം കഴിച്ചു പോയ ഒരു ഭർത്താവ് ഗൾഫിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാര്യമാർ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കേണ്ടത്. സംഗതി ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതിയിട്ട് സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കണം എന്ന് വാശി പിടിക്കണവരൊക്കെ ഉണ്ട്. അങ്ങനെ വാശിയൊന്നും പിടിക്കേണ്ട. അവിടെയും ഇവിടെയൊക്കെ ഒരു സന്തോഷമായിട്ട് ഒരു പരസ്പരമുള്ള സഹകരണത്തിൽ കഴിയേണ്ടതാണ്. ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ, ഇവിടെ തന്നെ നിർത്താവുള്ളൂ എന്ന വാശിയൊന്നും പാടില്ല. ഇന്നലെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതിൻ്റെ ഉത്തരം സൗദി അറേബ്യ എന്നാണ്. ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങളുടെ ഭർത്താവ് ഗൾഫിൽ എവിടെയാണ്? അതായത് നിങ്ങൾ ആരൊക്കെ പ്രവാസികളായ ആളുകളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ കാണുന്ന പ്രവാസികളാണെങ്കിൽ ഞാൻ ദുബൈയിലാണ് അല്ലെങ്കിൽ ഞാൻ ഷാർജയിലാണ്, നിങ്ങൾ എവിടെയാണോ പ്രവാസമായിട്ട് നിൽക്കുന്നത് ആ ഒരു നാളാണ് നിങ്ങൾ ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഇത് വീഡിയോ കാണുന്ന ഉമ്മമാർ, നിങ്ങളുടെ മക്കൾ ഗൾഫിലുണ്ടെങ്കിൽ എൻ്റെ മോൻ ഇന്ന സ്ഥലത്താണ്, ഭാര്യമാരിത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് ഇന്ന സ്ഥലത്താണ്, ഇങ്ങനെ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഗൾഫിൽ എവിടെയാണ്? ഇതാണ് നിങ്ങളുടെ ചോദ്യം ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഈ വീഡിയോ കാണുന്ന പ്രവാസികളാണെങ്കിൽ എത്ര പ്രവാസികൾ ഇത് കാണുന്നുണ്ടെന്നും കൂടി എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന നാട്ടിലാണ് ഞാൻ പ്രവാസിയിട്ട് കഴിയുന്നത് എന്ന് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യണം.
മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.